നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തന്നെ കണ്ടു തീർത്തതുപോലെ നമ്മുടെ ഒരു സ്ലൈഡിലേക്ക് ഇൻറ്ററാക്റ്റീവായ രീതിയിൽ, ഇൻഫോർമാറ്റിക് ആയ രീതിയിൽ ഈ ഒരു സ്ലൈഡ് ആഡ് ചെയ്യുകയാണ്, ഒരു അനിമേഷനോട് കൂടെ സ്ലൈഡ് ആഡ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ഡാറ്റ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഒരു ഇൻഫോഗ്രാഫിക്സ് എന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്ലൈഡ് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുക വളരെ ഈസിയായി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. പതിവ് പോലെ നമ്മളൊരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഷേപ്പിൽ നിന്നും ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ ഡ്രോ ചെയ്യുകയാണ്. നമ്മളത് 10 പോയിൻറ്റ് 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആയിട്ട് വയ്ക്കുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് നടുവിൽ കൊണ്ടുപോയി വെച്ചു. ശേഷം വീണ്ടും നമ്മളൊരു ഷേപ്പ് എടുത്ത് ഒരു റൗണ്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. ഈ റൗണ്ട് ഷേപ്പ് നമുക്ക് 5 സെൻറ്റിമീറ്റർ ആയിട്ട് വയ്ക്കാം. ഇത് നമ്മളിവിടെ നടുക്ക് കൊണ്ടുപോയി വെച്ചു. അത് കോപ്പി ചെയ്ത് അവിടെയും കൊണ്ടുപോയി വെച്ചു. ഒരു കോപ്പി കൂടി എടുത്തതിന് ശേഷം നമുക്കത് ഇവിടെ വയ്ക്കാം. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നമുക്ക് ഇവിടെയും സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷേപ്പിൽ നിന്ന് ഈ ഒരു ഹോളോ, സർക്കിൾ ഹോളോ എടുത്ത് അത് നമ്മളൊന്ന് ഡ്രോ ചെയ്യുക. ഇവിടെ നമുക്കത് 8.65 ആയിട്ട് 8.65 ആയിട്ട് വയ്ക്കാം. ഇതിൻ്റെ ഇന്നർ സർക്കിൾ നമുക്കൊന്ന് പൊട്ടി വയ്ക്കാം. ശേഷം നമുക്കത് ഇവിടെ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കാം. നമ്മളത് ഇവിടേക്ക് കൂടെ വയ്ക്കുന്നു. ഒരു കോപ്പി എടുത്ത് ഇവിടെ താഴേക്കും. ഇപ്പോൾ ഇത്രയും നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കൺട്രോൾ എയിൽ എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൺട്രോൾ ജിയിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ശേഷം അറേഞ്ചിൽ നമുക്ക് റൊട്ടേറ്റിലെടുത്ത് റൊട്ടേറ്റിൻ്റെ മോർ ഓപ്ഷനിൽ നിന്ന് നമുക്കിതൊരു 45 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. നമുക്കിത് അൺഗ്രൂപ്പ് ചെയ്യാം. ശേഷം നമുക്ക് ഈ ഡോണറ്റ് ഷേപ്പുകൾ, അതായത് ഹോളോ സർക്കിളുകൾ സെലക്ട് ചെയ്ത് അത് നമുക്ക് അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ഇപ്പോൾ അത് ബാക്കിലേക്ക് പോയി. ഇനി സർക്കിൾ ഷേപ്പുകളെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഷേപ്പ് ഫോർമാറ്റിൽ ഷേപ്പ് എഫക്റ്റ് എടുത്ത് ഷേഡോ എഫക്റ്റിൽ നിന്ന് നമുക്കൊരു ഇൻസൈഡ് സെൻറ്റർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ അതുമായി ഇനി എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റിൽ ഷേപ്പ് ഫില്ല് നമുക്ക് ഈ ഒരു കളറ് സെറ്റ് ചെയ്യാം. ഇത്രയുമായി. ഇനി ഷേപ്പിൽ നിന്ന് നമ്മളൊരു ടെക്സ്റ്റ് എടുത്ത് ഇതിനകത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ഇതിനകത്ത് നമ്മളൊരു ടെക്സ്റ്റ് ഡ്രോ ചെയ്യുകയാണ്. ഇവിടെ ഫസ്റ്റ് പോയിന്റ്, ഇവിടെ സെക്കൻഡ് പോയിന്റ്. നമുക്ക് ഈ ഫോണ്ടുകളെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ കളറ്, ഫോണ്ട് കളറ് ഒരു ലൈറ്റ് കളറായിട്ട് വയ്ക്കാം. ഇത്രയും മതി. ഇനി നമ്മൾ ഈ സ്ലൈഡ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇതിൽ ആദ്യത്തെ
ആ ഹോളോ സെലക്ട് ചെയ്ത് നമ്മളതിൻ്റെ ഷേപ്പ് ഫില്ലെടുത്ത് റെഡ് ആക്കുകയാണ്. കൂട്ടത്തിൽ നമ്മൾ ഷേപ്പിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്യുന്നു. ഫോണ്ട് സൈസ് നമുക്ക് കുറയ്ക്കാം. നമുക്കിത് റൈറ്റ് അലൈൻ ചെയ്യാം. ഇതിൻ്റെ കളറ് നമുക്ക് റെഡ് കളറാക്കിയിട്ട് വയ്ക്കാം. അനിമേഷനിൽ നിന്ന് നമ്മൾ വൈപ്പ് അനിമേഷൻ ഫ്രം ലെഫ്റ്റ് കൊടുക്കുന്നു, ആഫ്റ്റർ പ്രീവിയസ് ആക്കുന്നു. നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, ഇൻസേർട്ടിൽ നമുക്ക് ഷേപ്പ് എടുത്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്ത് ഇവിടെ ഒരു ചെറിയ റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെയും ഷേപ്പ് ഫില്ല് നമുക്ക് റെഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അനിമേഷൻ കൊടുക്കാം. അനിമേഷൻ വൈപ്പ് അനിമേഷൻ ഫ്രം ലെഫ്റ്റ്. ശരി, വീണ്ടും നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്ന് കോപ്പി ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് ഇവിടെ വയ്ക്കാം. നമുക്ക് ഇതിൽ ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്ത് ലെഫ്റ്റ് അലൈൻ ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങോട്ട് ഈ ഔട്ടർ കളർ നമ്മൾ സെലക്ട് ചെയ്ത് ഔട്ടർ റൗണ്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പ് ഫില്ല് നമ്മൾ ഇത് വയ്ക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് കളറും നമ്മളത് തന്നെ ആക്കുന്നു. ഈ ഷേപ്പ് കളറും നമ്മൾ ചേഞ്ച് ചെയ്യും. ഇത് ഗ്രൂപ്പ് ചെയ്യാൻ വീണ്ടും അനിമേഷനിലൂടെ വൈപ്പ്, ഇവിടെ നമുക്ക് ഫ്രം റൈറ്റ് ആഫ്റ്റർ പ്രീവിയസ്. വീണ്ടും ഇവിടെ നമുക്കൊരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് ഈ ഒരു അനിമേഷൻ നന്നായിട്ട് വയ്ക്കണം. വീണ്ടും നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഈ ബോക്സ് താഴേക്കിലൂടെ വയ്ക്കാം. ഇവിടെ നമ്മളിതിൻ്റെ കളറ് ഷേപ്പ് ടെക്സ്റ്റ് ഫില്ലിൽ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളറ് ഓറഞ്ചായിട്ട് വയ്ക്കാം. ഈ ഷേപ്പ് കളറ് ഓറഞ്ചാക്കാം. ഇവിടെയും നമ്മൾ ഷേപ്പ് കളറ് ഓറഞ്ചാക്കി. അനിമേഷനിൽ നിന്ന് വൈപ്പ് അനിമേഷൻ ഫ്രം റൈറ്റ്. ഇവിടെ നമ്മൾ ഈ ഒരു അനിമേഷൻ കൂടെ നന്നാക്കുന്നു. വീണ്ടും അടുത്തത് ലാസ്റ്റ് എടുക്കുന്നു. നമ്മൾ ഇതേ ടെക്സ്റ്റ് ഇങ്ങോട്ട് വയ്ക്കുന്നു. ടെക്സ്റ്റ് നമുക്ക് ലെഫ്റ്റ് അലൈൻ ചെയ്യാം. മൊത്തം ഒന്ന് സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റിൽ ഷേപ്പ് ഫില്ല് നമുക്ക് ടെക്സ്റ്റ് ഫില്ല് എടുത്ത് ടെക്സ്റ്റ് ഫില്ല് നമുക്ക് ഈ കളറാക്കാം. ആ ഷേപ്പ് ഫില്ലും നമുക്ക് സെയിം കളർ തന്നെ, ഈ ഔട്ടർ കളറും നമുക്ക് അത് തന്നെ ആക്കാം. ഇവിടെ നമ്മൾ അനിമേഷനിൽ വന്ന് അനിമേഷൻ വൈപ്പ് ഫ്രം ലെഫ്റ്റ്, ഇവിടെ നമ്മൾ ഈ അനിമേഷൻ നന്നാക്കുകയും ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഈ ടെക്സ്റ്റ് കളറ് മാറ്റേണ്ടതുണ്ട്.
ഇവിടെ നമുക്ക് റെഡ്, ഇവിടെ നമുക്ക് റെഡ്, ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റ് കളർ ഒന്ന് മാറ്റേണ്ടതുണ്ട്. അത് വെച്ചു. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടി എടുത്ത് നമുക്കിവിടെ സെൻറ്ററിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്യാം. ഫോണ്ട് കളർ നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം. അവസാനത്തതിൽ മാത്രം നമുക്ക് ഫോണ്ട് കളറ് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കിയിട്ട് നമുക്ക് എല്ലാ സ്ലൈഡുകളും സെലക്ട് ചെയ്ത് ട്രാൻസിഷനിൽ നിന്ന് മോർഫ് എഫക്റ്റ് കൊടുക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ലൈഡ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട്, വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഏത് വീഡിയോയാണ് നിങ്ങൾക്ക് ആവശ്യം, ഏത് തരത്തിലുള്ള പ്രസൻറ്റേഷനാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത്തരം വീഡിയോ കൂടെ ചേർക്കുന്നതിന് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.